ഇന്ന് നമ്മളിവിടെ പഠിക്കുന്ന റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ അഞ്ചാമത്തെ സെഷനാണ്. അഞ്ചാമത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റ്സിലെ സെക്കൻഡ് സ്റ്റേജ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമീറ്റ് ഫോർമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്ന ഗ്യാമീറ്റ് ട്രാൻസ്ഫർ ആണ് കേട്ടോ. ഗ്യാമീറ്റ് ട്രാൻസ്ഫറും ഫെർട്ടിലൈസേഷനും പഠിക്കാം ഈ ഒരു സെഷനിൽ. ഓക്കെ, ഗ്യാമീറ്റ് ഫോം ചെയ്തതിനു ശേഷം മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫിസിക്കലി അത് രണ്ടും കൂടെ ഒരുമിച്ച് വരണം, എന്നാലാണ് അത് ഫ്യൂഷൻ നടക്കുള്ളൂ. ആ ഫ്യൂഷനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഗ്യാമീറ്റ് ഫോം ചെയ്തതിനു ശേഷം മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ദാറ്റ് ഹാസ് ടു ബ്രിങ് ടുഗദർ ഫിസിക്കലി, അത് രണ്ടും കൂടി ഒരുമിച്ച് വരണം ടു ഫെസിലിറ്റേറ്റ് ദ ഫ്യൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ജോയിനിങ് പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ട്. ആ ജോയിനിങ് പ്രോസസ്സിനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയായിരിക്കാം ഈ ഗ്യാമീറ്റ്സ് മീറ്റ് ചെയ്യുന്നത്? മെജോറിറ്റി ഓർഗാനിസത്തില് മെയിൽ ഗ്യാമീറ്റ് മോട്ടൈലായിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റ് സ്റ്റേഷനറി ആയിരിക്കും കേട്ടോ. മെയിൽ ഗ്യാമീറ്റ് സാധാരണയായിട്ട് മൂവ് ചെയ്യാൻ കഴിവുള്ളതും ഫീമെയിൽ ഗ്യാമീറ്റ് മൂവ് ചെയ്യാൻ കഴിവില്ലാത്തതും ആയിരിക്കും സാധാരണ ഓർഗാനിസത്തിൽ. പക്ഷേ കുറെ എക്സെപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ചില ഫംഗസും ആൽഗയും ഒക്കെ. രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റും മോട്ടൈലായിരിക്കും കേട്ടോ. രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റും മോട്ടൈലായിരിക്കും. അതിന്റെ ഫിഗർ 17A കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഈ ആൽഗയിലും ഫംഗസിലും ഒക്കെ ഉള്ള രണ്ട് മോട്ടൈൽ ഗ്യാമീറ്റ്, മെയിൽ ഗ്യാമീറ്റ് ഏതാ ഫീമെയിൽ ഗ്യാമീറ്റ് ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പാടില്ല ഇവിടെ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്തു. ഈ സൈഗോട്ടിൽ നിന്ന് ഒരു പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, രണ്ട് ഗ്യാമീറ്റും മോട്ടൈലാണ്, അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പൊ സാധാരണ ഓർഗാനിസത്തിൽ എങ്ങനെയാണ്? മെയിൽ ഗ്യാമീറ്റ് മോട്ടൈലായിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റ് നോൺ മോട്ടൈലായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ ചില ഓർഗാനിസത്തില് ഗ്യാമീറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ആവശ്യമുണ്ട്. മീഡിയം ത്രൂ വീസ് ദ മെയിൽ ഗ്യാമീറ്റ് മൂവ്. അതേപോലെ സെവറൽ സിമ്പിൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ഇതിനൊക്കെ വാട്ടർ എസെൻഷ്യൽ ആണ്, വാട്ടർ മീഡിയം എസെൻഷ്യൽ ആണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഗെ അക്വാറ്റിക് പ്ലാന്റ് ആണ് അല്ലെ. ആൽഗയില് മെയിൽ ഗ്യാമീറ്റ് സ്വിം ചെയ്തിട്ടാണ് ഫീമെയിൽ ഗ്യാമീറ്റിന്റെ അടുത്തേക്ക് എത്തുന്നത്. ബ്രയോഫൈറ്റിലും അങ്ങനെ തന്നെ മെയിൽ ഗ്യാമീറ്റ് ആർക്കിഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന ഫീമെയിൽ ഗ്യാമീറ്റ് എഗ്ഗു ആയിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഗ്യാമീറ്റ് സ്വിം ചെയ്ത് ആർക്കിഗോണിയയുടെ അകത്ത് കയറണം. അതേപോലെ തന്നെയാണ് ടെറിഡോഫൈറ്റിലും ഈ പറയുന്ന മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ മീഡിയത്തിൽ കൂടെ വന്ന് അത് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള ആർക്കിഗോണിയയുടെ ഉള്ളിലിരിക്കുന്ന ഫീമെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ വാട്ടർ ആണ് അവിടെ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദിസ് ഗ്യാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാർജ് നമ്പർ മെയിൽ ഗ്യാമീറ്റ് ഈ പറയുന്ന ഫീമെയിൽ ഗ്യാമീറ്റിന്റെ ഉള്ളിലേക്ക് എത്താൻ കഴിയാതെ പോകും. കാരണം എന്താ, ഇവർ നീന്തി എത്തിയിട്ട് വേണം. എവിടെയാണ് ഈ ഫീമെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ ഒന്നും ക്ലിയർ ഐഡിയ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറെ മെയിൽ ഗ്യാമീറ്റ് വെറുതെ ആയി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയോ, ഈ തരത്തിലുള്ള ഓർഗാനിസത്തില് ഇങ്ങനെയുള്ള ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഗ്യാമീറ്റ് നഷ്ടമാകുന്ന മെയിൽ ഗ്യാമീറ്റ് ഇതിലെ ഒഴുകി നടന്നിട്ട് നഷ്ടമായി പോകുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറെ അധികം നമ്പർ മെയിൽ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ടു കോമ്പൻസേറ്റ് ദിസ് ലോസ് ഓഫ് മെയിൽ ഗ്യാമീറ്റ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്, നമ്പർ ഓഫ് മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് സെവറൽ 1000 ടൈംസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ്. ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ 1000 ഇരട്ടിയോളം മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം മെയിൽ ഗ്യാമീറ്റ് പുറത്ത് വീണ മെയിൽ ഗ്യാമീറ്റ് വാട്ടർ മീഡിയം വഴിയൊക്കെ സ്വിം ചെയ്തിട്ട് വേണം ഫീമെയിൽ ഗ്യാമീറ്റിലേക്ക് എത്താം. അപ്പൊ ആ വാട്ടർ മീഡിയം വഴി സ്വിം ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതും ഫീമെയിൽ ഗ്യാമീറ്റിലേക്ക് എത്താതിരിക്കാം, ചിലപ്പോൾ മെയിൽ ഗ്യാമീറ്റിന് വേറെ ഏതെങ്കിലും ഓർഗാനിസം പിടിച്ച് തിന്നാം. അങ്ങനെ ഒരുപാട് ചാൻസസ് ഉണ്ട് അത് ലോസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ഗ്യാമീറ്റിന്റെ 1000 ഇരട്ടിയോളം മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ആഫ്റ്റർ ദെയർ ഫോർമേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് മസ്റ്റ് ബി ഫിസിക്കലി ബ്രോട്ട് ടുഗദർ ടു ഫെസിലിറ്റേറ്റ് ഫ്യൂഷൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫെർട്ടിലൈസേഷൻ. Have you ever wondered how the gametes meet? In a majority of organisms, male gamete is motile and the female gamete is stationary. Exceptions are a few fungi and algae in which both type of gametes are motile. There is a need for the medium through which the male gamete move. In several simple plants like algae, bryophyte and pteridophyte, water is the medium through which this gamete transfer take place. A large number of the male gamete, however, fail to reach the female gamete. To compensate this loss of male gamete during transport, number of male gametes produced is several thousand times the number of female gametes produced.
ഇനി സീഡ് പ്ലാന്റ്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ പോളൻ ഗ്രെയിൻസ് ക്യാരി ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ആർ ദ കാരിയർ ഓഫ് മെയിൽ ഗ്യാമീറ്റ്. മെയിൽ ഗ്യാമീറ്റിനെ ഉൾക്കൊള്ളുന്നത് പോളൻ ഗ്രെയിൻ ആണ് അല്ലെ. പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ ഒരു 2 ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഇരിക്കുന്നുണ്ട്. ആ 2 ജനറേറ്റീവ് സെൽസുമാണ് മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്നത്. ഒവ്യൂളിന്റെ ഉള്ളിലാണ് എഗ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാല് മെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്ന പോളൻ ഗ്രെയിൻ, മെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്ന പോളൻ ഗ്രെയിൻ അത് 3 സെൽഡ് സ്റ്റേജ് ആണ്. അതിനകത്ത് 2 സെല്ല് അതിന്റെ മെയിൽ ഗ്യാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനും ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇതുണ്ട്. ഇതൊരു പോളൻ ഗ്രെയിൻ ആണെന്നിരിക്കട്ടെ, ഇതിനൊരു ഔട്ടർ കവറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ 3 സെൽസ് ഇരിക്കുന്നുണ്ട്. ഒന്നൊരു വെജിറ്റേറ്റീവ് സെല്ലാണ്, വലിയൊരു സെല്ല്. പിന്നെ 2 ജനറേറ്റീവ് സെല്ല് ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് എന്ത് മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് മെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിനെ നമുക്ക് മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഗ്യാമീറ്റിനെ ഉൾക്കൊള്ളുന്ന സ്ട്രക്ചറിനെയാണ് ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സീഡ് പ്ലാന്റ്സിന്റെ കേസിൽ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ്, അതായത് ആൻജിയോസ്പെംസിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന ഒരു എംബ്രിയോ സാക്ക് ആണ്. ഈ എംബ്രിയോ സാക്ക് നോക്കിക്കേ, ഇവിടെ ഒരു എഗ് അപ്പാരറ്റസ് കാണും, അതേപോലെ തന്നെ ഇവിടെ ആന്റിപോഡൽ സെൽസ് കാണും, ഇവിടെ 2 പോളാർ ന്യൂക്ലിയയും കാണും. ഇത് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്നാ പറയാം. ഈ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നതിന് എഗ് അപ്പാരറ്റസിന്റെ അകത്ത് എന്തിരിക്കുന്നുണ്ട്? ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ് ഇരിക്കുന്നുണ്ട്. എഗ് അപ്പാരറ്റസിന്റെ സെന്ററിൽ ഇതാണ് എഗ് എന്ന് പറയുന്നത്. ഇത് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ? ഫീമെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്നതാണ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ഇതിന് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഒവ്യൂളിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഒവ്യൂളിന്റെ ഉള്ളിലുണ്ടാവുന്ന സ്ട്രക്ചറാണ് ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ഓരോ ഒവ്യൂളിലും എംബ്രിയോ സാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ഒവ്യൂളിലും ഒരു എംബ്രിയോ സാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സീഡ് പ്ലാന്റ്സിന്റെ കേസിൽ പോളൻ ഗ്രെയിൻ അത് മെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്നത്, ഒവ്യൂള് എഗ്ഗിനെ ക്യാരി ചെയ്യുന്നത്. ഇവിടെ ഒവ്യൂൾ എന്ന് അവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സീഡ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ജിംനോസ്പേമും വരും, ആൻജിയോസ്പേംസും വരും. അപ്പൊ ജിംനോസ്പേമിന്റെ കേസിൽ എംബ്രിയോ സാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒവ്യൂളിന്റെ ഉള്ളില് ഫീമെയിൽ ഗ്യാമീറ്റ് ക്യാരി ചെയ്യുന്നുണ്ടാവും എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇനി അപ്പൊ ഇവിടെ എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്ക് ജിംനോസ്പേമിൽ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഒവ്യൂൾ ഹാവ് ദ എഗ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഇനിയിപ്പോ അത് ഡൗട്ട് തോന്നണ്ട. സീഡ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ജിംനോസ്പേമും ആൻജിയോസ്പേമും വരുന്നുണ്ട്. ജിംനോസ്പേമിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫീമെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്ന ആർക്കിഗോണിയൽ സ്ട്രക്ചർ ആണ്, അത് എംബ്രിയോ സാക്ക് അല്ല. അപ്പൊ ആർക്കിഗോണിയൽ സ്ട്രക്ചറും എംബ്രിയോ സാക്കും എല്ലാം ഇരിക്കുന്ന ഒവ്യൂളിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഒവ്യൂൾ ഹാവ് ദ എഗ് എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. ഒവ്യൂൾ എന്ന് പറയുന്ന വേറൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയ കേട്ടോ. ഇനി പോളൻ ഗ്രെയിൻസ് ആന്തറിന്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആന്തറിന്റെ ഉള്ളിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് സ്റ്റിഗ്മയുടെ മേലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. കാരണം സ്റ്റിഗ്മ അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള പിസ്റ്റിലിന്റെ ഒരു ഭാഗമാണ്. ആ സ്റ്റിഗ്മയാണ് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചില്ലേ ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ? ഗൈനീഷ്യം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ യൂണിറ്റ് കോൾഡ് ആസ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. Pistil has 3 different regions: stigma, style and ovary. Stigma is the landing platform for the pollen grain. Style through which the pollen tube will be elongated. Ovary inside that the megasporangia or ovule is present. Ovule inside that the female gametophyte embryo sac is present എന്നൊക്കെ പറഞ്ഞു പഠിച്ചില്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് റിലീസ് ചെയ്ത് അത് എങ്ങോട്ടേക്ക് എത്തണം? സ്റ്റിഗ്മയിലേക്ക് എത്തണം. കാരണം സ്റ്റിഗ്മയാണ് അവിടെ സ്റ്റിഗ്മയാണ് അവിടെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഫെർട്ടിലൈസേഷന് മുമ്പ് ഇവിടെ എത്തിയതിനു ശേഷം പോളൻ ട്യൂബ് ഉണ്ടാക്കും. കണ്ടോ, ഈ സ്റ്റിഗ്മയുടെ മേലെ വന്നിരിക്കുന്ന പോളൻ ഗ്രെയിൻ, അത് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഒരു ഫ്ലൂറസെന്റ് ഇതായിട്ട് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്തേക്കുന്നുണ്ടോ? അത് എവിടേക്ക് എത്തുന്നത്? നേരെ ഓവറിയുടെ ഉള്ളിലേക്ക് കയറും, ഒവ്യൂളിന്റെ ഉള്ളിലേക്ക് കയറും. അവിടെ ഈ പറയുന്ന പോളൻ ട്യൂബിന്റെ ഉള്ളിൽ നിന്ന് ജനറേറ്റീവ് സെല്ല് സൈനർജിഡ് എന്ന് പറയുന്ന എഗ് അപ്പാരറ്റസിന്റെ ഭാഗമായിട്ടുള്ള സൈനർജിഡ് വഴി അത് ഒരു ജനറേറ്റീവ് സെല്ലിനെ എഗ്ഗിലേക്കും ഒരു ജനറേറ്റീവ് സെല്ലിനെ പോളാർ ന്യൂക്ലിയസിലേക്കും കൊടുക്കും. അതിന്റെ ഡീറ്റെയിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനും ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സെയിം ഡീറ്റെയിൽസ് നമ്മൾ മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചതുമാണ് കേട്ടോ.
ഓക്കെ. അപ്പോൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന പ്ലാന്റ്സിന്റെ കേസിൽ ലൈക്ക് പീസ് ആൻഡ് ഓൾ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ സ്റ്റിഗ്മയുടെ മേലേക്ക് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ വളരെ ഈസിയാണ് ആസ് കമ്പയർഡ് ടു അതർ ഡൈഷ്യസ് പ്ലാന്റ്സ്. അതായത് പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ വന്നിട്ട് സ്റ്റിഗ്മയുടെ മേലേക്ക് നേരെ വന്ന് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്തോളും സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന പ്ലാന്റ്സിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റിഗ്മയും സ്റ്റൈലും ഒക്കെ വളരെ അടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റിഗ്മയും ആന്തറും ഒക്കെ വളരെ അടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആന്തറയിൽ നിന്ന് വീഴുന്ന പോളൻ ഗ്രെയിൻ നേരെ സ്റ്റിഗ്മയുടെ മേലേക്ക് തന്നെ ലൊക്കേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അവിടെ സ്റ്റിഗ്മ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്ത ഉടനെ തന്നെ അത് സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് വരും. പക്ഷെ ക്രോസ് പോളിനേഷന്റെ കേസിൽ, ക്രോസ് പോളിനേറ്റിംഗ് നടത്തുന്ന പ്ലാന്റ്സിന്റെ കേസിൽ അത് ഡൈഷ്യസ് പ്ലാന്റ്സ് ആയിക്കോട്ടെ മൊണീഷ്യസ് പ്ലാന്റ്സ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ ഈവന്റ് തന്നെ വേണം ഈ ഗാമീറ്റ് ട്രാൻസ്ഫറിന്. ആ ഈവന്റിന് നമ്മൾ പറയുന്ന പേരാണ് പോളിനേഷൻ. ഓക്കെ. ഒരു സ്പെഷ്യൽ പ്രോസസ്സ് തന്നെ വേണം ഗാമീറ്റ് ട്രാൻസ്ഫർ. സ്പെഷ്യൽ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിനേഷൻ. പോളിനേഷൻ ആണ് പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയുടെ മേലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ. പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയുടെ മേലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത് ഈ പറയുന്ന പോളിനേഷൻ പ്രോസസ്സാണ്. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയുടെ മേലെ ജെർമിനേറ്റ് ചെയ്യുകയും ഒരു പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യും. ഏത് വഴി? സ്റ്റൈൽ വഴി. ആ സ്റ്റൈൽ വഴി എലോങ്ങേറ്റ് ചെയ്യുന്ന പോളൻ ട്യൂബ് വഴിയാണ് മെയിൽ ഗാമീറ്റ് ഒവ്യൂളിലേക്ക് എത്തിച്ചേരുന്നത്. ഒവ്യൂളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്റെ മെയിൽ ഗാമീറ്റിനെ എഗ്ഗിന്റെ അടുത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുക. അതതിന്റെ മെയിൽ ഗാമീറ്റിനെ എഗ്ഗിന്റെ അടുത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുക. ഇനി ഡൈഷ്യസ് ആനിമൽസിന്റെ കേസിലാണെങ്കിൽ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫോം ചെയ്യുന്ന രണ്ട് ബോഡിയുടെ ഉള്ളിലാണ്, അതായത് ഡിഫറെന്റ് ഇൻഡിവിജ്വലിലാണ്. മെയിൽ ഗാമീറ്റ് മെയിലിലും ഫീമെയിൽ ഗാമീറ്റ് ഫീമെയിലുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസം അതൊരു സ്പെഷ്യൽ മെക്കാനിസം ഇവോൾവ് ചെയ്തിട്ടുണ്ടാവണം ഗാമീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. സക്സസ്ഫുൾ transfer and coming together of gamete, that is essential for critical event in sexual reproduction. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ക്രിട്ടിക്കൽ ഈവന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ എത്തണമെങ്കിൽ ഈ പറയുന്ന ഒരു സക്സസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് ഗാമീറ്റ് നടക്കണം. ആനിമൽസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാണ് മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഗാമീറ്റ് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇതിനകത്ത് ഏതെങ്കിലും സെന്റൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ. ഇൻ സീഡ് പ്ലാന്റ്സ് പോളൻ ഗ്രെയിൻസ് ആർ ദ കാരിയേഴ്സ് ഓഫ് മെയിൽ ഗാമീറ്റ്സ് ആൻഡ് ഒവ്യൂൾ ഹാവ് ദ എഗ്. Pollen grains produced in anther therefore have to be transferred to the stigma before it can lead to fertilization. In bisexual self-fertilizing plants, example pea, transfer of pollen grains to the stigma is relatively easy as anther and stigma are located close to each other. Pea പ്ലാന്റിലൊക്കെ ബഡ് പോളിനേഷൻ ആണ് നടക്കുന്നത്. പൂ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആന്തറിന്റെ ഉള്ളിലിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആവുകയും പൂ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആന്തസിസ് ഓഫ് ദ ഫ്ലവർ നടക്കുന്നതിന് മുമ്പ് ആന്തസിസ്, ഓപ്പണിംഗ് ഓഫ് ദ ഫ്ലവറിന് പറയുന്ന പേരാണ് ആന്തസിസ്. ANTHESIS. ഓക്കെ. ആന്തസിസ് ഞാൻ എഴുതിത്തരാം. ഫ്ലവർ ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിനാണ് കേട്ടോ ആന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആന്തസിസ് നടക്കുന്നതിന് മുമ്പ് തന്നെ പോളൻ ഗ്രെയിൻ മെച്യൂർ ആവുകയും അത് അവിടെ ഷെഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഷെഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്റ്റിഗ്മയും അതേപോലെ ആന്തറും വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ആ പോളൻ ഗ്രെയിൻ നേരെ വന്ന് സ്റ്റിഗ്മയിൽ തന്നെ വീഴുള്ളൂ. അതുകൊണ്ടാണ് ഈ പീസിലൊക്കെ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ടു ദ സ്റ്റിഗ്മ ഈസ് റിലേറ്റീവ്ലി ഈസി ആസ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് സൂൺ ആഫ്റ്റർ ദേ ആർ shed come in contact with the stigma, but in cross pollinating plants or including dioecious plants, a specialized event called pollination facilitate transfer of pollen grains to the stigma. Pollen grains germinate on the stigma and the pollen tube carrying the male gametes reach the ovule and discharge male gametes near the egg. In dioecious animals, since male and female gametes are formed in different individuals, the organism must evolve a special mechanism for gamete transfer. Animals സാധാരണയായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ കോപ്പുലേഷൻ എന്ന പ്രോസസ്സാണ് ഈ പറയുന്ന ഗാമീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നടക്കുന്ന പ്രോസസ്സ് കേട്ടോ. സക്സസ്ഫുൾ ട്രാൻസ്ഫർ
transfer and coming together of gamete is essential for the most critical event in sexual reproduction, the fertilization. Most critical event ആയിട്ടുള്ള ഫെർട്ടിലൈസേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് തന്നെയാണ് സക്സസ്ഫുൾ ട്രാൻസ്ഫർ ആൻഡ് കമ്മിങ് ടുഗദർ ഓഫ് ഗ്യാമീറ്റ്. ഓക്കെ, അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന മോസ്റ്റ് വൈറ്റൽ ഈവന്റ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ആണ്, അതായത് ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്. ഈ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സിനെ നമുക്ക് സിംഗമി എന്നും വിളിക്കാം. സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ അത് ഡിപ്ലോയിഡ് സൈഗോട്ടിന് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഗ്യാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ്, ഫീമെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ്, രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ജോയിൻ ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സെല്ലാവുമ്പോൾ അതിനെ നമ്മൾ സൈഗോട്ട് എന്ന് പറയും. ആ ഫെർട്ടിലൈസേഷൻ അത് എന്താ പറയാ, ഈ സിംഗമിക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കേട്ടോ. സിംഗമി തന്നെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദ ടേം ഫെർട്ടിലൈസേഷൻ ഈസ് ഓൾസോ ഓഫൺ യൂസ്ഡ് ഫോർ ദിസ് പ്രോസസ്. ഈ സിംഗമിയും ഫെർട്ടിലൈസേഷനും ഫ്രീക്വന്റ്ലി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതാണ്. രണ്ടും ഒരേപോലെ ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് സിംഗമിയും ഫെർട്ടിലൈസേഷനും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും സിംഗമി നടന്നില്ല എങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ? നമുക്കറിയാം കുറെ ഓർഗാനിസത്തില് ലൈക്ക് റോട്ടിഫർ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സെല്ലുലാർ ലോവർ ഓർഗാനിസം ആണ്. അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണുന്നതാണ്. അതിന്റെ ബോഡി ഇത്തിരി ട്രാൻസ്പെറന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പുഴു പോലത്തെ ഒരു ഓർഗാനിസം ആണ്. അതിന്റെ മൗത്തിന്റെ പാർട്ടിൽ കുറച്ച് സിലിയാസ് ഒക്കെ ഇങ്ങനെ എന്താണ് റൗണ്ട് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനൊരു വീൽ പോലത്തെ സ്ട്രക്ചറാണ് അതിനുള്ളത് കേട്ടോ. അതുകൊണ്ട് അതിന് റോട്ടിഫർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ വീൽ എന്നുള്ള അർത്ഥത്തിലാണ് റോട്ടിഫർ എന്ന് പറയുന്നത്. ആ ഓർഗാനിസത്തിലും ഹണി ബീസില് അതുപോലെ ചില ലിസാർഡ്സിലൊക്കെ ചില ബേർഡ്സില് ഫീമെയിൽ ഗ്യാമീറ്റ് ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. ഫീമെയിൽ ഗ്യാമീറ്റ് അണ്ടർഗോ ഡെവലപ്മെന്റ് ടു ഫോം ന്യൂ ഓർഗാനിസം വിത്തൌട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പാർത്തനോജനസിസ് എന്ന് പറയാം. സി ഹിയർ, ദ ന്യൂ ഓർഗാനിസം ഈസ് ഫോംഡ് വിത്തൌട്ട് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോജനസിസ്. പാർത്തനോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഹാപ്ലോയിഡ് എഗ് വന്നിട്ട് ഡയറക്റ്റ് ഡെവലപ്മെന്റ് നടത്തി ഒരു കംപ്ലീറ്റ് ഓർഗാനിസ് ആയിട്ട് മാറിയ അതിന് നമ്മൾ ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് പാർത്തനോജനസിസ്. ഓക്കെ, പാർത്തനോജനസിസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഫെർട്ടിലൈസേഷൻ, ദ മോസ്റ്റ് വൈറ്റൽ ഈവന്റ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഈസ് പെർഹാപ്സ് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് സിംഗമി, റിസൾട്ട്സ് ഇൻ ദ formation of a diploid zygote. The term fertilization is also often used for this process. The term syngamy and fertilization are frequently used though interchangeably. What would happen if syngamy does not occur? However, it has to be mentioned here that in some organisms like rotifers, honeybees and even some lizards and birds like turkey, the female gamete means egg, undergo development to form new organisms without fertilization. This phenomenon is called as parthenogenesis. Okay. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എവിടെ വെച്ചാണ് സിംഗമി നടക്കുന്നത്. വേർ ഡസ് സിംഗമി ഒക്കെ, സിംഗമി എവിടെ വെച്ചാണ് നടക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അക്വാറ്റിക് ഓർഗാനിസത്തില് മോസ്റ്റ് അക്വാറ്റിക് ഓർഗാനിസത്തില് അതായത് മെജോറിറ്റി ആൽഗെ അതുപോലെ ഫിഷസിലൊക്കെ ആംഫീബിയൻസിലൊക്കെ സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ പ്രോസസ് നടക്കുന്നത് എക്സ്റ്റേണൽ മീഡിയം ആയിട്ടുള്ള വാട്ടറിൽ വെച്ചാണ്. അതായത് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസത്തില് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് അതിന്റെ എഗ്ഗിനെയും സ്പെർമിനെയും വാട്ടർ മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യും. വാട്ടർ മീഡിയത്തിൽ വെച്ച് അത് തമ്മിൽ ജോയിൻ ചെയ്യും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ ഈ തരത്തിലുള്ള ഗ്യാമീറ്റ് ഫ്യൂഷനെ നമ്മൾ പറയുന്നതാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇഫ് ദ ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസം, ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇഫ് ഇറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം, ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തില് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഫോളോ ചെയ്യുന്ന ഓർഗാനിസത്തില് എ ഗ്രേറ്റ് സിങ്ക്രോണി വിൽ ബി പ്രസന്റ്. അത് സിങ്ക്രോണി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നടക്കുന്ന പ്രോസസ്സാണ്. ദ സെക്സസ് ആൻഡ് റിലീസ് ലാർജ് നമ്പർ ഓഫ് ഗ്യാമീറ്റ് ഇൻ ടു ദ സറൗണ്ടിങ് മീഡിയം ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ചാൻസ് ഓഫ് സിംഗമി. അതായത് മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസവും ഒരേ സമയത്ത് തന്നെ എഗ്ഗിനെയും സ്പെർമിനെയും റിലീസ് ചെയ്യും. മെയിൽ വന്ന് സ്പെർമിനെ റിലീസ് ചെയ്യും,
ഫീമെയിൽ വന്ന് എഗ്ഗിനെ റിലീസ് ചെയ്യും. ഒരേ സമയത്താണ് റിലീസ് ചെയ്യുക. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഗ്യാമീറ്റിനെ റിലീസ് ചെയ്യും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരുപാട് നമ്പർ ഗ്യാമീറ്റ് അവിടെ റിലീസ് ചെയ്തില്ലെങ്കിൽ ഈ ഗ്യാമീറ്റിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രഡേറ്റേഴ്സ് വന്നിട്ട് അതിനെ തിന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇത് രണ്ടും എക്സ്റ്റേണൽ മീഡിയത്തിലേക്കാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഫെർട്ടിലൈസേഷൻ ചാൻസ് ആസ് കമ്പയർഡ് ടു ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇവിടെ കുറവാണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷനേക്കാൾ ഫെർട്ടിലൈസേഷൻ ചാൻസ് കുറവാണ്. കാരണം ഈ വാട്ടർ മീഡിയത്തിൽ കൂടെ ഇതിനെ നീന്തി നടന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിന്റെ ഓപ്പോസിറ്റ് ഗ്യാമീറ്റിനെ, അല്ലെ? അപ്പൊ കുറെ എണ്ണം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും പ്രഡേറ്റേഴ്സ് ഒക്കെ തിന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് സർവൈവൽ ചാൻസ് കുറവാണ്. ആർക്ക്? ഗ്യാമീറ്റിന്. അപ്പൊ അത് കണക്കാക്കി ലാർജ് നമ്പർ ഓഫ് ഗ്യാമീറ്റ്, മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും രണ്ടും ലാർജ് നമ്പർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് സാധാരണയായിട്ട് കാണുന്ന ബോണി ഫിഷസിലും ഫ്രോഗ്സിലും ഒക്കെയാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ തവളയുടെ മുട്ടയൊക്കെ ഇങ്ങനെ ഒരുപാട് മാല പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാറില്ലേ? അവിടെ ഒരുപാട് ഓസ്പ്രിങ്സും പ്രൊഡ്യൂസ് ചെയ്യും. അവര് ലക്ഷക്കണക്കിന് മുട്ടയിടും, അതുപോലെ ലക്ഷക്കണക്കിന് ഓസ്പ്രിങ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യും. മീനിന്റെ മുട്ടയൊക്കെ നമ്മൾ മീൻ തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ മുട്ടയൊക്കെ ഇരിക്കുന്ന കാണാറില്ലേ? ഒരുപാട് മുട്ടയല്ലേ അതിനകത്ത് ഇരിക്കുന്ന കുഞ്ഞു 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 തരി തരി പോലെ ഇരിക്കുന്ന മുട്ട. അത് എല്ലാം ഒന്ന് പാകമായി കഴിയുമ്പോൾ അത് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. അതേപോലെ തന്നെ ആൺമീൻ വന്നിട്ട് സ്പെർമും റിലീസ് ചെയ്യും. എവിടെയാണോ എഗ് റിലീസ് ചെയ്തേക്കുന്ന ആ പരിസരത്തൊക്കെ വന്നിട്ടാണ് ആണുമീൻ വന്നിട്ട് സ്പെർമും റിലീസ് ചെയ്യുന്ന ഒരേ സമയത്ത് തന്നെ അത് റിലീസ് ചെയ്യും കേട്ടോ. എന്നാലാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഫിഷസിന്റെയും ആംഫിബിയൻസിന്റെയും എഗ്ഗിനെയും അതുപോലെ തന്നെ അതിന്റെ സ്പെർംസിനെയൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് കുറെ ജീവികൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്പർ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്താലാണ് കുറച്ച് നമ്പർ ഓസ്പ്രിങ്സിന് ഉണ്ടാവുള്ളൂ. ഇവിടെ കുറച്ച് നമ്പർ ഓസ്പ്രിങ് അല്ല, ഇത്രമാത്രം വൾണറബിൾ ആയിട്ടുള്ളതാണെങ്കിലും, അതായത് നശിച്ചു പോവാൻ ചാൻസ് ഉള്ളതാണെങ്കിലും ഈ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ബാക്കിയുള്ളത് ഫ്യൂസ് ചെയ്താൽ പോലും ലാർജ് നമ്പർ ഓസ്പ്രിങ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാം. അതെന്തിനു വേണ്ടിയിട്ട് അവർ ലാർജ് നമ്പർ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നറിയോ? അത് കുറേ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്താൽ അത് വലുതാകുമ്പോഴത്തേക്കും വേറെ ഓർഗാനിസം വന്ന് അതിന് പിടിച്ചു തിന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസം എപ്പോഴും ഡെവലപ്മെന്റും എക്സ്റ്റേണലി തന്നെയാണ് നടക്കുന്നത്. അതിന്റെ സൈഗോട്ട് മുതൽ കംപ്ലീറ്റ് ഓർഗാനിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വരെ അത് എക്സ്റ്റേണൽ മീഡിയത്തിൽ തന്നെ, അമ്മയുടെ വയറ്റിലൊന്നുമല്ല. അതുകൊണ്ട് അതിനെ രക്ഷിക്കാൻ ആരുമില്ല. പ്രഡേറ്റേഴ്സ് വന്നാൽ അതിനെ തിന്നുപോകും. അപ്പൊ അതെല്ലാം കണക്കിലെടുത്ത് ഫെർട്ടിലൈസേഷന്റെ നമ്പറും അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ലാർജ് നമ്പർ തന്നെയായിരിക്കും കേട്ടോ. അവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓസ്പ്രിങ്സ് എക്സ്ട്രീംലി വൾണറബിൾ ടു ദ പ്രഡേറ്റേഴ്സ് ആണ്. അതായത് പ്രഡേറ്റേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും അതിനെ പിടിച്ച് തിന്നാൻ പാകത്തിനുള്ളതാണ്. അതുകൊണ്ട് അഡൽട്ട്ഹുഡ് സ്റ്റേജിൽ വരെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്പർ എഗ് പ്രൊഡ്യൂസ് ചെയ്യണം, ഒരുപാട് നമ്പർ സ്പേം പ്രൊഡ്യൂസ് ചെയ്യണം. കുറച്ചെങ്കിലും ഓസ്പ്രിങ്സ് ഉണ്ടാവണമെങ്കിൽ, അവിടെ കുറച്ചെങ്കിലും പുതിയ ഓർഗാനിസംസ് ഉണ്ടാവണമെങ്കിൽ അത് കുറെയെങ്കിലും ഫ്യൂസ് ചെയ്ത് കുറെ ലാർജ് നമ്പർ ഓസ്പ്രിങ്സും പ്രൊഡ്യൂസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്ന ഓർഗാനിസത്തിൽ മെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഓർഗാനിസത്തിനെ അപേക്ഷിച്ച്. അതേപോലെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുടെ നമ്പറും വളരെ കൂടുതലായിരിക്കും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഓർഗാനിസത്തിനെ അപേക്ഷിച്ച്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഓർഗാനിസംസ് ദേ ആർ എക്സ്ട്രീംലി വൾണറബിൾ ടു ദെയർ പ്രഡേറ്റേഴ്സിന് എക്സ്ട്രീംലി വൾണറബിൾ ആയതുകൊണ്ടാണ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന തരത്തിലുള്ള, അതായത് നിലനിൽക്കാൻ പറ്റാത്തതായിട്ടുള്ളതായതുകൊണ്ടാണ് അവർ ഇത്രയും ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യണേ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. വേർ ഡസ് സിംഗമി ഒക്കർ? ഇൻ മോസ്റ്റ് അക്വാറ്റിക് ഓർഗാനിസംസ് സച്ച് ആസ് മെജോറിറ്റി ഓഫ് ആൽഗെ ആൻഡ് ഫിഷസ് ആസ് വെൽ ആസ് ആംഫിബിയൻസ്, സിംഗമി occurs in the external medium, that is water, that is outside the body of the organism. This type of gametic fusion is called as external fertilization. Organism exhibiting external fertilization show great synchrony between the sexes and release a large number of gametes into the surrounding medium, that is water, in order to enhance the chances of syngamy. This happens in the bony fishes and frogs where a large number of offsprings are produced. A major disadvantage is that the offsprings are extremely vulnerable to predators, threatening their survival up to adulthood. ഇനി
Many terrestrial organisms like fungi, higher animals such as reptiles, birds, mammals, majority of plants like bryophyte, pteridophyte, gymnosperm, angiosperm, ഇവിടെയൊക്കെ സിംഗമി നടക്കുന്നത് ഫീമെയിൽ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാ പറയാം. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇൻ വിച്ച് ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം. ഓക്കെ, ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ആയിട്ടുള്ള ഫംഗസിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗസിന്റെ ഒന്നുപോലെ ഹൈഫ തമ്മിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഫീമെയിൽ ഗാമീറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈഫയുടെ ഉള്ളിൽ വന്നിട്ടാണ് അത് ഫ്യൂഷൻ നടക്കുക. ഹയർ ആനിമൽസിന്റെ കേസിൽ അവർ കോപ്പുലേഷൻ നടന്ന് മെയിൽ വന്നിട്ട് മെയിൽ ഗാമീറ്റിനെ ഫീമെയിൽ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. അതേപോലെ തന്നെ റെപ്റ്റൈൽസിന്റെ കേസിൽ ഇതാണ് നടക്കുക. അതേപോലെ റെപ്റ്റൈൽസിന്റെ കേസിൽ പക്ഷെ മുട്ടയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഹ്യൂമൻ ബീങ്സിന്റെ പോലെയല്ല, അവർ മുട്ടയിടുകയാണ് ചെയ്യുക. അവിടെയും ഫെർട്ടിലൈസ്ഡ് എഗിനെയാണ് റിലീസ് ചെയ്യുന്നത്. അതായത് ആ റെപ്റ്റൈൽസ് തമ്മിൽ കോപ്പുലേഷൻ നടക്കുമ്പോൾ സ്പേം വന്ന് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് വഴി ആ എഗ്ഗിന് കവറിംഗ് ഉണ്ടാവുന്നതിന് മുമ്പ്, എഗ്ഗിനൊരു ക്ലീഡോയി കവറിംഗ് ഇല്ലേ നമ്മൾ റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ കോഴിമുട്ടയ്ക്കൊക്കെ നല്ല പുറന്തോടുണ്ട്, നല്ല കട്ടിയുള്ള പുറന്തോടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ ഭേദിച്ചിട്ട് എങ്ങനെയാണ് സ്പേം ഉള്ളിൽ കയറുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഭേദിക്കുന്നതിന് മുമ്പ് തന്നെ സ്പേം അതിന്റെ ഉള്ളിൽ കയറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലീഡോയിക് എഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കാൽഷ്യറിയസ് കവറിംഗ് ഇവർക്ക് കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? ഓവറിയുടെ ഉള്ളിൽ നിന്ന് അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ച് അതിന്റെ ആ ഒവി ഡക്റ്റിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഒവി ഡക്റ്റില് അവിടെ ഫ്യൂഷൻ നടന്ന് സൈഗോട്ടായി മാറി ആ സൈഗോട്ട് ഉരുണ്ട് ഒവി ഡക്റ്റിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടുക? കാൽഷ്യറിയസ് ഷെല്ല് കിട്ടുക. അപ്പൊ നോക്കിയാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞില്ലേ അവിടെ. അപ്പൊ റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഇങ്ങനത്തെ കണ്ടീഷനാണ് ഉണ്ടാവുക കേട്ടോ. മാമൽസിൽ പിന്നെ ക്ലീഡോയിക് എഗ് അല്ല. മാമൽസ് എന്ന് പറഞ്ഞാൽ അവര് എന്താ പറയാ, കുഞ്ഞിനെ പ്ലാസന്റെ വഴി നരിഷ് ചെയ്ത് വൂമ്പിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്ത് മെച്ചുർ ആയതിനു ശേഷം ഡെലിവറി ചെയ്യാണ് സാധാരണയായിട്ട് ചെയ്യാം മാമൽസ്. പിന്നെ അതിനകത്ത് ഒവി പാരസ് ടൈപ്പ് ഓഫ് മാമൽസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പ്ലാറ്റിപ്പസ് പോലത്തെ ഓർഗാനിസം. ഓക്കെ, അപ്പൊ അത് ഡിഫറൻറ്റ്. സാധാരണയായിട്ട് മാമൽസിൽ അവർക്ക് കുഞ്ഞിനെ ഉള്ളിൽ മദറിന്റെ ബോഡിയുടെ ഉള്ളിൽ ക്യാരി ചെയ്യാൻ, വൂമ്പിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ യൂട്രസിന്റെ ഉള്ളിൽ ക്യാരി ചെയ്യാനും അവിടെ പ്ലാസന്റെ വഴി അവർക്ക് നറിഷ്മെന്റ് കൊടുക്കുവാനും, അതേപോലെ തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമറി ഗ്ലാൻസിൽ നിന്ന് വരുന്ന മിൽക്ക് വഴി അതിനെ നറിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള ഓർഗാനിസ് ആണ് മാമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തൊക്കെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് തന്നെ താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ആണ്. അതിനകത്ത് ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റും ജിംനോസ്പേമും ആൻജിയോസ്പേംസും ഒക്കെ എന്താണ് നടത്തുക? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രയോഫൈറ്റിന്റെ ഒക്കെ കേസിൽ അവരുടെ ആർക്കിഗോണിയയുടെ ഉള്ളിൽ കയറിയിട്ടാണ് മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുക. ടെറിഡോഫൈറ്റിന്റെ അതുപോലെ തന്നെ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള ആർക്കിഗോണിയയുടെ ഉള്ളിൽ കയറിയിട്ടാണ് ഈ ആന്തറോസോയിഡ്സ് അല്ലെങ്കിൽ സ്പേംസ് വന്നിട്ട് ഫ്യൂസ് ചെയ്യുക. ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോളൻ ട്യൂബ് വഴിയാണ്, അതായത് മെയിൽ ഗാമീറ്റോഫൈറ്റിന്റെ ഉള്ളിലിരിക്കുന്ന മെയിൽ ഗാമീറ്റ് ഓവറിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് എംബ്രിയോ സാക്കിനെ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ ആർക്കിഗോണിയൽ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ജിംനോസ്പേമിന്റെയും ആൻജിയോസ്പേമിന്റെയും കേസിലും ബ്രയോഫൈറ്റും ടെറിഡോഫൈറ്റിന്റെ കേസിലും ബേർഡ്സിലും മാമൽസിലും റെപ്റ്റൈൽസിലും ഒക്കെ നമുക്ക് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കാണാൻ കഴിയുക. കാരണം ഈ ഓർഗാനിസത്തിലൊക്കെ സിംഗമി നടക്കുന്നത് അവരുടെ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസത്തിലും എഗ് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ വെച്ച് അത് മെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്യും ഇന്റേണൽ ഫെർട്ടിലൈസേഷനിൽ. ഓക്കെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഓർഗാനിസത്തിൽ മെയിൽ ഗാമീറ്റ് മോട്ടൈൽ ആയിരിക്കും കേട്ടോ. മെയിൽ ഗാമീറ്റ് മോട്ടൈൽ ആയിരിക്കും. ബിക്കോസ് അത് എഗിന്റെ അടുത്തേക്ക് റീച്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്, അതുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് സ്പേം പ്രൊഡ്യൂസ്ഡ് ഇറ്റ് വിൽ ബി വെരി ലാർജ്. കാരണം എന്താ, ഇവർക്ക് ട്രാവൽ ചെയ്ത് ഈ പറയുന്ന ഫീമെയിൽ ഗാമീറ്റിന്റെ അടുത്തേക്ക് എത്തണം. അപ്പൊ ആ സമയത്ത് അത് നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഈ പറയുന്ന ഫീമെയിൽ ഗാമീറ്റിനെ അപേക്ഷിച്ച് ലാർജ് നമ്പർ മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാം കേട്ടോ. അപ്പം ഫീമെയിൽ ഗാമീറ്റ് അവിടെ എഴുതി വെച്ചേക്കുന്നത് there is a significant reduction in the number of eggs produced. അതായത് എഗ് മെയിൽ ഗാമീറ്റിനെ വെച്ചിട്ട് വളരെ കുറവ് നമ്പർ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഓർഗാനിസത്തിൽ മെയിൽ ഗാമീറ്റ് മോട്ടൈലും ഫീമെയിൽ ഗാമീറ്റ് നോൺ മോട്ടൈലും ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. മെയിൽ ഗാമീറ്റ് മോട്ടൈലാണ് അത് പുറത്തേക്ക് റിലീസ് ചെയ്തതിന് ശേഷം പല മെത്തേഡ്സ് വഴി ഇത് ഫീമെയിൽ ഗാമീറ്റിന്റെ അടുത്തേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ആ മോട്ടിലിറ്റി അതാണ് അതിന്റെ എഗിന്റെ അടുത്തേക്ക് അതിനെ എത്താൻ സഹായിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് അത് എക്സ്റ്റേണൽ മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് ബോഡിയുടെ ഉള്ളിൽ കയറുന്നത് കൊണ്ട് അവിടെ നമ്പർ ഓഫ് ദിസ് മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഫീമെയിൽ ഗാമീറ്റ് എന്നും പറഞ്ഞു.
അല്ലെ? ഇനി സീഡ് പ്ലാന്റ്സിന്റെ കേസിൽ, അതായത് ജിംനോസ്പേമിന്റെയും ആൻജിയോസ്പേമിന്റെയും കേസിൽ മെയിൽ ഗാമീറ്റ് നോൺ മോട്ടൈൽ ആണ് കേട്ടോ. മെയിൽ ഗാമീറ്റ് എങ്ങനെയാണ്? നോൺ മോട്ടൈൽ ആണ്. അത് ക്യാരി ചെയ്യുന്ന ഫീമെയിൽ ഗാമീറ്റിലേക്ക് ക്യാരി ചെയ്യുന്ന പോളൻ ട്യൂബ് ആണ്. ആ തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ നമ്മൾ പറയുന്ന പേരാണ്, ആ തരത്തിലുള്ള സീഡ് ജെർമിനേഷൻ നമ്മൾ പറയുന്ന പേരാണ്, പോളൻ ഗ്രെയിൻ ജെർമിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് സിഫോണോഗ്യാമി, അല്ലെങ്കിൽ പോളിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് സിഫോണോഗ്യാമി. So here pollen grains, it will transfer the generative cell through the or it will transfer the male gamete through the pollen tube in the case of gymnosperm and angiosperm. That process is called as siphonogamy. Pollen tube വഴി മെയിൽ ഗാമീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്നതാണ് സിഫോണോഗ്യാമി എന്ന് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് സീഡ് പ്ലാന്റ്സിന്റെ കേസിൽ ജിംനോസ്പേമിലും ആൻജിയോസ്പേമിലും ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ, ഈ മെയിൽ ഗാമീറ്റിന്റെ ട്രാൻസ്ഫറിങ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻ മെനി ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ബിലോങ്ങിംഗ് ടു ഫംഗൈ, ഹയർ ആനിമൽസ് സച്ച് ആസ് reptiles, birds, mammals, and in a majority of plants like bryophyte, pteridophyte, gymnosperm, and angiosperm, syngamy occurs inside the body of organisms. Hence, the process is called as internal fertilization. In all these organisms, egg is formed inside the female body where they fuse with the female gamete. In organisms exhibiting internal fertilization, the male gamete is motile and has to reach the egg in order to fuse with it. In this, even though the number of sperm produced is very large, there is a significant reduction in the number of egg produced. In seed plants, however, the non-motile male gamete are carried to female gamete by the pollen tube. That process is called as siphonogamy. Okay, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ അത്രയും പഠിച്ചു നിർത്താം. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാനുള്ള പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.